പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല, ജോയിൻറ്റ് പെയിന് വല്ലാണ്ട് വരുന്നു. പരിശോധിച്ച സമയത്ത് യൂറിക് ആസിഡ് 9, 10 ഒക്കെയാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് കൂടാനുള്ള ഒരു കാരണമില്ല. ഡോക്ടർ പറയുന്ന പോലെ എനിക്ക് മദ്യപാനമില്ല, ഞാൻ റെഡ് മീറ്റ് കഴിക്കുന്ന ആൾക്കാരൊന്നുമല്ല. എന്നാലും ഇത് കൂടുന്നത് എന്താണ്? ഇത് പെട്ടെന്ന് കുറയ്ക്കാൻ എന്ത് ചെയ്യണം? പലരും ഇങ്ങനെ കുറയ്ക്കാനൊക്കെ ട്രൈ ചെയ്തിട്ട് അവസാനം നിരാശരായിട്ട് മരുന്നുകൾ കഴിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഈ പ്രോട്ടീനൊക്കെ ദഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ്. എന്നാൽ ഇത് പ്രോട്ടീൻ ദഹിക്കുമ്പോൾ മാത്രമല്ല രക്തത്തിൽ കൂടുന്നതും. കാരണം പലപ്പോഴും നമ്മുടെ ഇൻസുലിൻ്റെ പ്രവർത്തനം ശരിയായിട്ട് നടന്നില്ലെങ്കിലോ, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നാലോ, അതേപോലെ തന്നെ നമ്മുടെ വൃക്കകൾ യൂറിക് ആസിഡിനെ ശരീരത്തിൽ നിന്നും അരിച്ച് പുറന്തള്ളുന്നതിൻ്റെ ശേഷി കുറഞ്ഞു പോയിരുന്നാലോ രക്തത്തിൽ യൂറിക് ആസിഡ് കൂടി നിന്നു എന്ന് വരാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് അമിതമായി കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്ന ആൾക്കാർക്കും വണ്ണം കൂടുതലുള്ളവർക്കും വ്യായാമം ഒട്ടും ചെയ്യാത്തവർക്കും രക്തത്തിൽ യൂറിക് ആസിഡ് നോക്കിയാൽ ഉയർന്നു നിൽക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഭക്ഷണത്തിനകത്ത് എത്ര നിയന്ത്രണം വരുത്തിയിരുന്നാലും വ്യായാമമില്ലെങ്കിലും ബാക്കി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും യൂറിക് ആസിഡ് കൂടി നിൽക്കും. ഇനി യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് പ്രധാനമായിട്ടും പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മദ്യപാനം നിങ്ങൾ പൂർണ്ണമായിട്ടും നിർത്തുക. മദ്യം, ബിയർ, വൈൻ പോലുള്ള ഘടകങ്ങൾക്കകത്ത് വളരെ പെട്ടെന്ന് തന്നെ യൂറിക് ആസിഡ് കൂട്ടുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. രണ്ടാമത്തത്, നിങ്ങൾ എടുക്കുന്ന റെഡ് മീറ്റ് പോലുള്ള ബീഫ്, മട്ടൺ, പോർക്ക് പോലുള്ള എടുക്കുന്നതിനകത്തൊന്നും പ്യൂറിൻ കണ്ടൻസ് കൂടുതൽ എത്തുകയും ഇത് വളരെ പെട്ടെന്ന് യൂറിക് ആസിഡ് രക്തത്തിൽ കൂടി വരുന്നതിന് കാരണമാകുകയും ചെയ്യും. കൂടാതെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിട്ടുള്ളത്, ഇത് പലരും കേട്ടിട്ടുണ്ടാവില്ല. എന്നാൽ അമിതമായി മധുര പലഹാരങ്ങൾ, ജ്യൂസ് ഐറ്റംസ് കഴിക്കുന്നവരുടെ ശരീരത്തിലേക്ക് ഫ്രക്ടോസ് കണ്ടന്റ് കൂടുതലെത്തും. കൂടുതലായിട്ട് സോസുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ചില്ലി ഡിഷുകളൊക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് സോയാ സോസ് പോലുള്ള ഘടകങ്ങളുണ്ട്. ഇവയ്ക്കകത്തും ഉയർന്ന അളവിൽ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിട്ടുണ്ട്. ഈ മധുര പദാർത്ഥം നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ എത്തിക്കഴിഞ്ഞാലോ, ജ്യൂസുകൾ വഴിക്ക് ഫ്രക്ടോസ് എന്ന് പറയുന്ന അളവ് കൂടുതൽ എത്തിയിരുന്നാലോ യൂറിക് ആസിഡ് ഉയർന്നു നിന്നു എന്ന് വരാം. വെള്ളം കുടിക്കാത്ത സ്വഭാവമാണെങ്കിലും യൂറിക് ആസിഡ് കൂടി നിന്നു എന്ന് വരാം. ഇത് കുറയ്ക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് ബേക്കറിയുടെ മുന്നിൽ കൂടി പോകുമ്പോൾ ആ സൈഡിലേക്ക് നോക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ബേക്കറിയിൽ കിട്ടുന്ന പല ഭക്ഷണങ്ങൾക്കകത്തും ഈസ്റ്റിൻ്റെ അളവ് കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ടാവും. ഈസ്റ്റ് കൂടുതലായിട്ട് ചേർത്തിട്ടുള്ള ഏത് ഭക്ഷണം, അത് വീട്ടിലുണ്ടാക്കിയിരുന്നാലും ബേക്കറിയിൽ ഉണ്ടാക്കിയിരുന്നാലും കഴിച്ചിരുന്നാൽ യൂറിക് ആസിഡ് കൂടിയെന്ന് വരും. കുറയ്ക്കുന്നതിന് വേണ്ടി ഞാൻ ഈ പറയുന്ന ഘടകങ്ങൾ ആദ്യം ഗണ്യമായിട്ട് കുറയ്ക്കുക. അതുമാത്രം മതിയോ? പോരാ. നിങ്ങൾ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക, എടുക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക, ശരീരഭാരം കൂടാതെ നിലനിർത്തുക. കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്നവർക്ക് അവരുടെ ശരീരത്തിലുള്ള ഈ വേസ്റ്റിനെ, യൂറിക് ആസിഡിനെ പുറന്തള്ളുന്നതിനുള്ള ശേഷി വൃക്കകൾക്ക് 75% വർദ്ധിക്കും. വൃക്കകൾ തന്നെ യൂറിക് ആസിഡിനെ പെട്ടെന്ന് അരിച്ച് പുറത്തു കളയും. നിങ്ങൾ മരുന്ന് കഴിക്കേണ്ടി വരില്ല. ഇത് യൂറിക് ആസിഡ് കൂടുതലുള്ള എല്ലാവരുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്തോളൂ.